ഹായ് ഫ്രണ്ട്സ്, റിജീസ് ഫുഡ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല വന്നേക്കണേ. ഇപ്പോൾ കൊറോണയൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത്. വെറും വളരെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ സുലഭമായി കിട്ടാവുന്ന 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. മാത്രമല്ല യാതൊരു വക സൈഡ് എഫക്ട്സ് ഇതിനില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമായത്, ആദ്യമായി നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ കരിഞ്ജീരകം നമുക്ക് ചുമ, തൊണ്ടവേദന, തലവേദന എല്ലാ നമ്മുടെ അസുഖങ്ങൾക്കും ഉത്തമമായ ഒരു ഔഷധമാണ് കരിഞ്ജീരകം. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ ഇപ്പോൾ നമുക്ക് വളരെ നമുക്ക് ഒരു പ്രതിരോധശേഷി തരുന്ന ഒരു ഘടകമാണ് മഞ്ഞൾ. മാത്രമല്ല നമ്മളിപ്പോൾ സാധാരണ ഈ ഏത് കറികൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് എന്തെങ്കിലും വിഷാംശമൊക്കെ നമ്മുടെ ഫുഡിലുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനായിട്ട് മഞ്ഞൾ സാധിക്കും. അടുത്തായിട്ട് വരുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചുക്കാണ്. ചുക്ക് നമ്മൾ സാധാരണ തന്നെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ ചുക്ക് കൂടാതെ തന്നെ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിക്കാനും ചുക്ക് വളരെയധികം നല്ലതാണ്. ചുക്ക് നമുക്ക് തൊണ്ടവേദന, നമ്മുടെ കോൾഡ്, അതിനൊക്കെ മാറ്റാനായിട്ട് ചുക്ക് നമ്മളെ സഹായിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മുടെ വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെറുനാരങ്ങ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ്. ഈ 4 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർന്ന് നമുക്കൊന്ന് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഗ്ലാസ് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കണേ. അപ്പോൾ 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചുക്കൊന്ന് ചതച്ചെടുത്തത്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ കുറച്ച് തുളസിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാലത്തും വൈകിട്ടും ഓരോ ഗ്ലാസ് വെച്ച് നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചുക്ക് ചേർത്ത് കൊടുക്കാം. തുളസിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വെട്ടി തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിള വന്നിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ 4ആയി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നമുക്ക് ചെറു ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.